ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് മാക്സിമം നോക്കാം. ഇന്ന് തൊട്ട് ശനിയാഴ്ച വരെ ഞാനൊരു സർവൈവൽ സീരീസ് അങ്ങ് ഇറക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കാം. ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ വേൾഡ്, സർവൈവൽ, ഹാർഡ്, അഡ്വാൻസ്ഡ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക്, സബ്സ്ക്രൈബ്, പ്ലീസ് സപ്പോർട്ട് മീ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു ക്യാരക്ടർ ഉണ്ട്. അത് മാത്രമല്ല, പുതിയൊരു ഇത് യൂട്യൂബിൽ ഇതും വന്നതെന്ന് വെച്ചാൽ എൻ്റെ ക്യാരക്ടറിനെ മാറ്റിയേ. എൻ്റെ മെയിൻ ക്യാരക്ടർ ഇപ്പം കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. ക്യാമറ എന്ന് മാറ്റി. ഇതാണ് ഞാൻ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ എൻ്റെ ഇതിനെ മാച്ച് ചെയ്യും. എൻ്റെ പ്രൊഫൈൽ പിക്ചറിനെ മാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ തിരിച്ച് ബാക്ക് ടു ക്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും തുടങ്ങുന്ന എങ്ങനെയാണ് അതുപോലെ തന്നെ തുടങ്ങുക. വുഡ് കളക്ട് ചെയ്യുക. അപ്പോൾ വുഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് എല്ലാം ചെയ്യണേ, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണേ. ഞാനെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടായിരുന്നു. അത് നിങ്ങൾ പോയി ഒന്ന് നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഇത്രയും നാൾ വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വുഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ക്രാഫ്റ്റിംഗ് എടുത്തു. ഇത് വെച്ച് എനിക്ക് ഇത്രയും കിട്ടി. മാറ്റൂ. എന്നിട്ട് എനിക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. ഇത് വെച്ച് ഇതെടുക്കുക. എനിക്ക് ഈ സ്റ്റിക്സ് കിട്ടി. സ്റ്റിക്സ് എടുത്ത് ഇതെടുത്ത ആക്സ് കിട്ടിയില്ല, ഒരു സോഡ് കിട്ടും. അപ്പോൾ നമുക്ക് ഇനിയും വുഡ് ആവശ്യം വേണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീണ്ടും വുഡ് കളക്ട് ചെയ്തിട്ട് കാണാം. ഓക്കെ, സോ ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ എല്ലാം വെട്ടിയിട്ട് എല്ലാ ടൂൾസും ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഞാനൊരു ബോട്ട് ഉണ്ടാക്കി ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ മൈനിങ്ങിന് നേരെ കിടക്കാലോ. അവിടെ നമുക്ക് സ്റ്റോൺ എടുത്തിട്ട് സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യമേ ഈ ഒരു ജംഗിളിൽ നിന്നങ്ങ് ഇറങ്ങിപ്പോവാം. ഓക്കെ, നമുക്കൊരു പ്ലെയിൻസ് ബയം കണ്ടുപിടിക്കാം. അവിടെ ആയിരിക്കും കൂടുതലും ഈ കേവൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, എപ്പോൾ എടുക്കും? അപ്പുറത്തെ ഈ ഭാഗത്തൊക്കെ ഫോറസ്റ്റ് തന്നെയാ. ഒരു കേവ് കാണത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ബോട്ട് പൊട്ടിച്ച് ഓക്കെ, ബോട്ട് കിട്ടി. ഇനി നമുക്ക് മറ്റേ അതുകൊണ്ട് അവിടെ ഒരു കേവ്, ഇവിടെ ഒരു കേവ്. കോളല്ലേ? ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കയറിയിട്ട് ഇങ്ങോട്ട് പോവാം. ഓക്കെ. ഇത്രയും കോളാ. നമ്മളെ മൈൻഡ് ചെയ്ത് എടുക്കുക. അയ്യോ സോറി. മൈൻ. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റോണും കൂടെ ഒക്കെ മൈൻഡ് ചെയ്യാൻ കുഴപ്പമില്ല. ഇതും കൂടെ എടുത്തോ. ഓക്കെ, ഇവിടെ ഇവിടെയും കൂടെ. ഇവിടെ എല്ലാം ഉണ്ടല്ലോ. അധികം കൂളെടുത്ത് ഇപ്പം
നമുക്ക് ഫുഡൊക്കെ എടുക്കാം കോൾ വെച്ചിട്ട്. പിന്നെ സ്റ്റോൺ വെച്ച് നമുക്ക് മറ്റേതൊക്കെ എടുക്കാം. ക്രാഫ്റ്റിങ്ങിൽ ഫർണസ് ഉണ്ടാക്കാം. എന്തൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് എടുക്കാം. ഇവിടെ പോവാം. ഓക്കെ, ഇവിടെ എല്ലാം നമുക്ക് എടുക്കാം. ഇത്രയും കോളോ ഞാൻ മൊത്തം എടുക്കുക. ഓക്കെ, ബാക്കി കോൾ എടുക്കുന്നതിന് തന്നെ പിക്കാക്സി പുതിയതാക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റോണൊക്കെ കളക്ട് ചെയ്ത് എല്ലാം ഇത് ഉണ്ടാക്കി. എന്നിട്ട് നമുക്ക് ഇനിയും മൈൻഡ് ചെയ്യാം. യെസ്, ഓക്കെ, നമ്മൾ ഇവിടെ എല്ലാം ഇങ്ങനെയാക്കി. ഇത് വെച്ച് എന്തായാലും നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. എനിക്ക് സ്റ്റിക്സ് ഉണ്ടോ? സ്റ്റിക്സ് ഇല്ല. അപ്പം നമ്മൾ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെച്ചിട്ട് കോൾ ഇത്രയും ഉണ്ട്. അതിന് മുമ്പേ ഇതെടുത്തിട്ട് നമുക്ക് ഇതുണ്ടാക്കാം. അത് വെച്ച് നമ്മൾ ഇത് വെച്ചപ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇവിടെയും വെച്ചാൽ ടോർച്ച് എത്ര ടോർച്ചോ അത്രയും ഞാൻ ഇന്ന് എടുക്കുക. സ്റ്റിക്സ് തീരുന്നിടം വരെ ടോർച്ച് എടുത്ത് നമ്മൾ ഈ ആക്സ് വെച്ച് വൈൻ ചെയ്തിട്ട് രാത്രിയായി. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇതെന്തു സാൻഡ്? ഞാൻ അറിയാതെ സാൻഡ് ഇവിടെ നിന്ന് കളക്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം. എനിക്ക് അറിഞ്ഞൂടെ, ഇപ്പോൾ അടുത്ത സാറ്റർഡേ ഇല്ലേ, ശനി, അത് കഴിഞ്ഞ് ഞാൻ കുറേ ദിവസം പിന്നെ വീഡിയോ ഇടാൻ സാധ്യത കുറവാണ്. ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഇടാം, അതോ എനിക്കറിഞ്ഞൂടാ, വീഡിയോ ഇടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സോറി ഗൈസ്. അപ്പോൾ അപ്പോഴൊന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇനി ഷീൽഡ് ഉണ്ടാക്കണമെന്നുണ്ട്. ക്രാഫ്റ്റിംഗ് റെസിപ്പി നോക്കട്ടെ. ഷീൽഡിൻ്റെ ഇവിടെ നിന്ന് അടുക്കാം. ക്രാഫ്റ്റിംഗ് റെസിപ്പി നോക്കാൻ ഇവിടം വരെയൊക്കെ വന്നേ. ഇവിടെ ചെല്ലുക, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കും. ഓടിക്കോ. ചാവ് 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 നീ ചാവ് നീ ചാവ് നീ ചാവ് നീ ചാവ് നീ ചാവ് ചാവ്. യെസ്, ഇവരെന്തോ ചത്തില്ലേ? ചാവ് ചാവ്. ഓക്കെ, ക്രാഫ്റ്റിംഗ് റെസിപ്പി ഷീൽഡ് രണ്ടായാണ്. ഷീൽഡിൻ്റെ ഇത് അൺലോക്ക് ചെയ്തില്ല കേട്ടോ. അതോ ഷീൽഡ് ഇങ്ങനല്ലേ? അല്ല, നമുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെയാ എത്തിയറിയാം. ഞാൻ മാറി കൊടുത്തു. ഇളക്കി പോ പോ പോ. ബ്ലാ ബ്ലാ. നമുക്ക് ഇവിടെ ചെന്നിട്ട് ഇവിടെ നിന്നിട്ട് നേരെ ഷീപ്പിനെ കണ്ടുപിടിച്ചിട്ട് ബെഡ് എടുത്തിട്ട് കാണാം. സോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാം എടുത്തുകൊണ്ട് വന്ന്
അപ്പോൾ നമ്മുടെ ബെഡുണ്ട്. അയ്യോ അയ്യോ ഇവനെങ്ങനെ ഇവൻ്റെ അകത്ത് കയറിയേ? അവനെ കൊല്ല. ചാവും. ട്രൈഡൻ്റ് വല്ലതും കിട്ടുമോ? അയ്യോ, അവിടെ നിന്ന് ആ ക്രീപ്പർ വന്ന് എക്സ്പ്ലോഡ് ചെയ്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബെഡ് കിട്ടിയ സ്ഥിതിക്ക് ഇവിടുന്ന് ചാടി ഇറങ്ങി ബെഡ് വെച്ച് കിടന്നുറങ്ങുക. അപ്പോൾ ഉറങ്ങി. ഓക്കെ, രാവിലെ അപ്പോൾ ബെഡ് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ബെഡ് എടുത്തിരിക്കുന്നു. ഇതൊക്കെ എന്തിന് ആവശ്യം? എന്ത് ഗോൾഡൻ ഹെൽമെറ്റ് ഇവിടെ കിട്ടി, ഇടാം. ആരാണ്ടോ എന്ന് എനിക്ക് ഗോൾഡൻ ഹെൽമെറ്റ് വരെ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ വഴി ഇങ്ങോട്ടൊക്കെ പോവാം. നമുക്ക് ഈ പ്രാവശ്യം മൈനിങ്ങിന് പോകണം അല്ലേ? പോവാം. മറ്റേ പഴയ കേവിലോട്ട് പോവാം. ഞാൻ വഴിയൊക്കെ തെറ്റി ഇങ്ങോട്ട് വന്ന് പഴയ കേവിലോട്ട് പോയി മൈൻ ചെയ്യാം. ആ സൂര്യൻ തിളങ്ങിയിരിക്കുന്നു. നമ്മൾ എല്ലാം ഉറങ്ങി എണീച്ച്. ഓക്കെ, നമുക്ക് ഈ വഴി ഇങ്ങോട്ട് എവിടെ ഞാൻ കേവ് ഉണ്ട്? നമ്മൾ ഇവിടെ വെച്ചല്ലേ ഉറങ്ങി. അപ്പോൾ ഈ ഭാഗത്തിൽ ആണോ ഗൈസ്? എനിക്കെങ്ങനെ അറിഞ്ഞൂടാ. നമുക്ക് ഗൈസ് എനിക്കെങ്ങനെ അറിഞ്ഞൂടാ. ഇവിടെ വല്ല ആയിരിക്കുമായിരിക്കും. എനിക്കറിഞ്ഞൂടാ. ഇവിടുന്ന് ചാടി ഇറങ്ങിയ ഇവിടെ പുറത്ത് അവിടെയാ ബോട്ട്. ഓക്കെ, ബോട്ട് കിട്ടി. അപ്പം നമ്മുടെ മൈനിങ്ങിന് വേണ്ടി അതുകൊണ്ട് അപ്പുറത്ത് ഇവിടെ തന്നെ ആയിരുന്നു. ഇനി അപ്പുറത്ത് എത്തിയിട്ട് കാണാം കേട്ടോ. സോ ഗൈസ്, അപ്പം നമ്മൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അകത്ത് കയറി ഇവിടം വരെ നമ്മൾ മൈൻ ചെയ്തായിരുന്നു. അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിലൊക്കെ മൈൻ ചെയ്യാം. ഇവിടെയും ഉണ്ടായിരുന്നു കോള്. നല്ലതാണല്ലോ. കോള് കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിവിടെ. എന്തായാലും കോളൊക്കെ മേടിച്ചേക്കാം. ഇവിടെ ഉണ്ട്. എടുക്കാം കോൾ. ടോർച്ചെടുത്ത് ഇവിടെ നോക്കട്ടെ. ഇവിടെയും കോളോ മറ്റേ അയൺ കിട്ടി. അയൺ വെച്ച് എനിക്ക് ആർമർ ഉണ്ടാക്കാം, അയൺ ടൂൾസ് ഉണ്ടാക്കാം. അയൺ ടൂൾസ് വെച്ച് എനിക്ക് ഗോൾഡ് മൈൻ ചെയ്യാം. അയൺ ടൂൾസ് വെച്ച് എനിക്ക് ഡയമണ്ട് മൈൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അയൺ എല്ലാം ഞാൻ എടുക്കും. ഇത്രയോ അയ്യോ ഇവിടെ അയൺ ഇതുകൊണ്ട് ഇവിടെ ടോർച്ച് പോയി. ഇവിടെയൊക്കെ ആണോ ഇതെന്തോ? ഞാൻ ഇതുവരെ ഇത് എന്താ കാണാനേ. ഇവിടെ അയൺ എത്ര അയൺ നമ്മളിങ്ങ് എടുക്കും? ഇവിടെ എല്ലാ അയൺ. ഇവിടെ താര വേറെ ഏതാണ്ട് കോപ്പർ. ഇവിടെ ഇത്രയും അയണോ? ഇത്ര അയൺ ഞാൻ എവിടുന്നാണോ കിട്ടിയത്? എത്ര അയണ്! ഞാൻ ലക്കി മാൻ ഗായ്സ്. എനിക്ക് ഇൻഫിനിറ്റ് അയണാണോ ഇത്? അകത്ത് ഇവിടെ ഗായ്സ്
ഞാൻ പോലും നോക്കാനടുത്ത് ഇത്രയും അയണോ? ഇവിടെ ഇത്രേ ഉള്ളു. ഇവിടെയും ഞാൻ അയൺ വെച്ച് കൂമ്പാരമാക്കുവാണോ? ഇത് ഒരു സ്റ്റാക്കായിട്ട് എനിക്ക് കിട്ടൂ ഇതെല്ലാം മൈൻ ചെയ്തിട്ട്. അതുകൊണ്ട് മേളിലും ഇത്രയും അയൺ എവിടുന്ന് എനിക്കങ്ങ് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാം ഇത്രയും അയൺ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെയോ ഞാനിത് കണ്ടില്ലല്ലോ. ഇവിടെ അയൺ, ഇവിടെയും അയൺ, ഇവിടെയും അയൺ. എന്തൊരു ലക്ക് എനിക്ക്. അയൺ ഫുള്ളും ഞാൻ മൈൻ ചെയ്ത്. ഇവിടുത്തെ എല്ലാ അയണും ഞാനങ്ങ് എടുക്കട്ടെ. അതിന് മുമ്പേ ടോർച്ചൊക്കെ എടുക്കട്ടെ. ഇന്നെ അങ്ങനെ അയ്യോ അയൺ മെയിൻ ചെയ്തിയാ. ഓക്കെ എനിക്ക് ഇങ്ങോട്ട് പോവാം. ഇവിടെ ഇവിടെ ഇതൊക്കെ വെക്കാം. ഇവിടെ എന്തേലും ഇല്ല, നമുക്ക് പോവാം. എന്തായാലും ഇത്ര അയം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇത്രയും കിട്ടി. 48 അയ്യം. ഇത്രയും അയണോ? നമുക്ക് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് സ്റ്റോൺ അതൊക്കെ ഇവിടുന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച്. ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് സ്റ്റോൺ വെച്ച് ഫർണസ് ഇത്രയും സ്റ്റോൺ എന്തോതിനാന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മൾ എല്ലാ സാധനവും കിട്ടി. ഇവിടെ നിന്ന് കിടന്നൊന്ന് ഉറങ്ങിയാൽ മതി. ഇവിടെ നമ്മുടെ ബെഡ് പ്ലേസ് ചെയ്തു. അപ്പോൾ ഇപ്പം കുറച്ച് നിങ്ങളുടെ ഉള്ളു. ഞാൻ ഇന്നത്തെ ഗോളെന്ന് വെച്ചാൽ ഒരു ഗോൾഡ് ഓർ മൈൻ ചെയ്യുന്ന മരം ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് എനിക്കങ്ങ് പറഞ്ഞുകൂടെ. ഈ കേവ് രണ്ടിലും ഞാൻ നോക്കിയത് എവിടെങ്ങും ഇല്ലല്ലോ. കുറേ മീനൊക്കെ പോന്ന്. ഈ കേവോ? ആ മറ്റേ കേവ് തന്നെ. ഒരു കേവ് കണ്ടുപിടിക്കട്ടെ, അപ്പോഴത്തേക്കും കണ്ടു. ഗായ്സ് നമ്മൾ മൈൻ ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടല്ലോ നോക്കിയേ, നമ്മൾ വില്ലേജ് കണ്ട്. എന്തൊരു നല്ല സ്പോണാ നമുക്ക്. വില്ലേജിൽ നിന്ന് അയൻകോളത്തിനൊക്കെ ഒന്ന് അയൻ കിട്ടും. എന്തൊക്കെ ലക്ക്. അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തൊക്കെ ചെയ്യാമെന്നറിയാവോ? നമുക്ക് ഇവിടെ ഇങ്ങോട്ട് കയറാം. ഓക്കെ, നമുക്ക് മേലോട്ട്. ഓക്കെ, ഇവിടുത്തെ ക്രോപ്സ് ഇത് നമ്മൾ ഓക്കെ ഷവിലെടുത്തിട്ട് ഇങ്ങനെ ഇത് എനിക്കറിഞ്ഞോളൂ. ക്യാരറ്റ് എത്ര എണ്ണ. ഇതെല്ലാം ഞാൻ എടുക്കുമോ വില്ലേജസ്? ഒന്നും പറയണ്ട, ഞാൻ എല്ലാം എടുത്തു. ഇവിടെ ബീട്രൂട്ട് എന്തൊക്കെയാ നമുക്ക് കിട്ടിയത്. ഇവിടുന്ന് എല്ലാം ഞാൻ എടുക്കുമോ? ഇയാൾക്ക് പോയി. ഓക്കെ, ഇവിടുന്ന് ബ്രെഡ് ഉണ്ടാക്കാം. എന്തൊക്കെ ഫുഡ് ഇവിടുന്ന് കിട്ടും നമുക്ക്? ഇവിടുന്ന് ഹൈവേയിൽ മൈൻ ചെയ്യാം. ഇതൊക്കെ എടുത്തു. ഓക്കെ, ഇത്രയും കിട്ടി. ഇവിടെയും ഹൈവേയിൽ ഇത് വെച്ച് നമുക്കൊരു ബ്രെഡ് ഉണ്ടാക്കാം. എത്ര ബ്രെഡ് ഉണ്ടാക്കാം? നമുക്ക് തിന്നാൻ വേണ്ടി എത്ര സാധനം കിട്ടും. ഇവിടുത്തെ എല്ലാ ഹൈവേയിലും ഞാൻ എടുത്തുകൊണ്ട് പോവുക. ഇവർക്ക് അയ്യോ നമ്മുടെ പിക്കേക്സ് ബ്രേക്കായി എന്ന് വെച്ചാൽ അത് സ്റ്റോൺ പിക്കേക്സ് ആയിരുന്നു, കുഴപ്പമില്ല. നമുക്ക് എവിടെ പോയി എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ? അയ്യോ മറ്റേ ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഹൈവേയിൽ ഓക്കെ ഹൈവേയിൽ വെച്ച് വീറ്റ് നമുക്ക് എല്ലാ ഹൈവേയിലും വേണമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ വീറ്റും വെച്ചപ്പോൾ എല്ലാ ഇതൊന്നും എടുക്കാം.
45, 54, 54 എല്ലാം കിട്ടി. 2 സ്റ്റാക്ക് കിട്ടും ഇത് വെച്ച്. 3 60. ഗായ്സ് എത്ര സ്റ്റാക്ക് നമുക്ക് കിട്ടി? കുറേ സ്റ്റാക്ക് കിട്ടി. 3 സ്റ്റാക്കും 1 ഡസനും ഡസനല്ല എന്തെങ്കിലും കേട്ടെ. അയ്യോ ഗായ്സ്, ഇത് വെച്ച് നമുക്ക് കുറേ ബ്രെഡ് ഉണ്ടാക്കാം. ഇവിടെ എന്തോ ബോട്ടാ അറിഞ്ഞൂടെ. ബ്രെഡ് ഓക്കെ, 22 ബ്രെഡ് കിട്ടി. കിട്. എല്ലാ ബ്രെഡും കൊടുക്കട്ടെ. എല്ലാ ബ്രെഡും ഞാൻ എടുക്കുക. ബ്രെഡ് നമുക്ക് എത്ര ഫുഡായിട്ട് നീ വില്ലേജൊക്കെ നല്ലൊരു സ്ഥലം. നമുക്കിനി 24 എണ്ണവും കൂടെ ഉണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബ്രെഡൊക്കെ നോക്കിയേ 33 ആവുക. 36 എത്രയൊക്കെ നമ്മളെ ബ്രെഡ്. അപ്പോൾ ഗൈസ് എന്തോ ആ സമയം എനിക്കങ്ങ് അറിഞ്ഞൂടെ എന്തുവാ പറയണ്ടേന്ന്. ഞെക്ക് ഓക്കെ 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64 തീർന്നു. അപ്പോഴത്തേക്കും ഇത് വെച്ചിട്ട് 8 ബ്രെഡ്. 1, 2, 3, 4, 5, 6, 7, 8 ബ്രെഡ് നമുക്ക് കുറേ കിട്ടി. 1 സ്റ്റാക്ക് ബ്രെഡ് കിട്ടി. ഓക്കെ, ഫുള്ളായി. ഇതൊക്കെ എന്തൊരു ലക്ക്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വില്ലേജ്. ഓ മൈ ഗോഡ്, ഇവിടെ കൊല്ല്. അയൺ ഇങ്ങനെ എല്ലാം കിട്ടട്ടെ. അത് വെച്ച് എനിക്ക് അയൺ ജ്യൂസ് ഉണ്ടാക്കാം. ചാവ് ടാക്സ് കിട്ടി. ചാവ് 5 അയൺ ഇഞ്ചറ്റ് കിട്ടി. എനിക്ക് ഇനി അയൺ ആക്സ് ഉണ്ടാക്കാൻ കുഴപ്പമില്ല. ഇവിടുന്ന് ഏറിയിട്ട് ഫർണസിൽ നമ്മൾ ഈ ഒരു വീട് തൽക്കാലത്തേക്ക് എടുക്കാം. ഫർണസ് നമുക്ക് ഇതെല്ലാം എന്തുവായി വുഡ് വെച്ച് സ്മെൽറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമുക്ക് 5 അയണും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതെടുക്കട്ടെ. ഇവിടെ ഒരു മരം ഇവിടെ എങ്ങാനും ഉണ്ടു. ഇതിൽ നിന്നെല്ലാം കിട്ടുമോ സ്റ്റീക്സ്? അറിഞ്ഞൂടെ. ഇവിടെ ഈ ഒരു ട്രീ അങ്ങ് മൈൻഡ് ചെയ്യാന്. ഓ മൈ ഗോഡ്, ഈ ട്രീ എല്ലാം മൈൻഡ് ചെയ്തിട്ട് നമുക്ക് കാണാം. സോ ഗൈസ്, അപ്പം നമ്മൾ ഒരു 64 ഓക്ക് കൂടെ അങ്ങ് എടുത്ത് എല്ലാ വീട്ടിൽ നിന്നും അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ എടുത്ത് 64 ഓക്ക് കൂടെ എടുത്ത്. ഇപ്പോൾ പാതിരാത്രി ചെയ്യണ്ട, 64 ഓക്ക് കൂടെ അങ്ങ് എടുത്തിയായിരുന്നു നമ്മൾ. അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനിയും ബ്രെഡ്, പൊട്ടാറ്റോസ്,
ഇതൊക്കെ എന്തൊക്കെ സാധനം. അവിടെ ആപ്പിളുണ്ട്. ഇവിടെ തിന്നാൻ വേണ്ടി കുറേ സാധനമുണ്ട്. വേറെ ചെസ്റ്റിലൊന്നും ഇല്ല. ചെസ്റ്റ് അങ്ങ് എടുക്കാം. ഇപ്പോൾ അയൺ ടൂൾസ് നമ്മൾ ഉണ്ടാക്കി ഇത് വെച്ച് നമുക്ക് എല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണ്ട, ഇവൻ്റെ ബെഡ് എടുത്തങ്ങ് കളയാം. നീ ചാവ്. നിക്ക്, ഇവന് ട്രേഡ് ചെയ്യാം. വേക്ക് വില്ലേജർ ട്രേഡ്. ഇങ്ങനെ അങ്ങനെ ഉള്ള എമറാൾഡ് ഒരെണ്ണം കൊടുത്താൽ 4 ആപ്പിൾ അവൻ തരും. നിന്റെ ട്രേഡൊന്നും എനിക്ക് വേണ്ട, ഇറങ്ങി പോടാ. വെളിയിലിറങ്ങി ഓടി. അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ബെഡ് ഇവിടെയാ. ഓക്കെ, നമ്മൾ എണീച്ച് പോ. ചാവ് ഇല്ലാത്തതും ചാവ് പോ. ഓക്കെ, ഇന്ന് നമ്മൾ മൈനിങ്ങിന് വേണ്ടി ഇറങ്ങുവാണ്. ഇവിടെ വല്ല കേവ് ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഏത് കേവാ ചൂസ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. അറ്റിസിറ്റി ഗൈസ്. അപ്പോൾ അറ്റിസിറ്റിയൊക്കെ എണ്ണി. അപ്പോൾ എനിക്ക് ഒന്ന് ഇവിടെ പോവാന്ന്. ഇവിടെ ലക്ക് കാണുമോ ഇല്ലൂന്ന് ഈവത്തിനറിയാം. ഇവിടെ ഇതൊക്കെ മൈൻഡ് ചെയ്ത് ഇങ്ങോട്ട് പോവാം. ഇവിടെ അങ്ങ് കാണുന്നില്ല. ഇവിടെ ഇങ്ങോട്ട് ഇവിടുന്ന് മൈൻഡ് ചെയ്യാം. ഇവിടെ ഒന്നും ഇല്ല. ഗോൾഡ്. ഗോൾഡ്. ഇത്രയും ഗോൾഡ് വരാതായതില്ലല്ലോ. ഇതെങ്ങനെയാ ഇത്രയും ഗോൾഡൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇതെന്തുവാ? ഇങ്ങനെയൊക്കെ സ്പോണാവും ഗോൾഡ്. ഇത്രയും ഗോൾഡ് ഇവിടുന്ന് ഇങ്ങനെങ്കിലും ഗോൾഡ് സ്പോണാവും. ഇങ്ങനെ നിരന്നൊക്കെ കറിഞ്ഞൂടാ. എന്തായാലും എല്ലാം ഞാൻ എടുക്കുക. എല്ലാ ഗോൾഡും ഗോൾഡ് ഓറെല്ലാം മൈൻ ചെയ്താൽ പിന്നെ ഈ വീഡിയോ അവസാനിക്കുക. അപ്പോൾ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ഈ ഗോൾഡ് ഓറെല്ലാം മൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് മാറ്റി. ഓക്കെ, കോളും കൂടെ അങ്ങ് മൈൻ ചെയ്യാം. കോള് ഇത്രയെങ്കിലും വരുവാൻ നാച്ചുറല്ലേ. ഈ ഗോൾഡ് കോള് പോലെ അങ്ങ് കിടക്കുന്നേ. ഇപ്പോൾ ഗോൾഡ് മതി എനിക്ക്. ഇത്രേ ഉള്ളോ? ഇറങ്ങാം. ഇതൊക്കെ മാറ്റാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയമണ്ട് കണ്ടുപിടിച്ചിട്ടാണ് അടുത്ത വീഡിയോയിൽ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അടുത്ത് കഴിഞ്ഞ് നെതർ പോർട്ടൽ കണ്ടിട്ട് എൻഡ് ചെയ്യും. അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ബ്ലേസസിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് അത് നമ്മൾ റെസ്യൂം ചെയ്യും. ആ ഭാഗം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് നമ്മൾ സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കും. എനിക്ക് അറിഞ്ഞൂടാ സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിക്കുന്ന വരെ വീഡിയോ ഒന്ന് എന്തായാലും അങ്ങനെയൊക്കെ ആയിരിക്കും. സോ എന്തായാലും ടാറ്റ, ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.